നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് അഭിമാന മുഹൂർത്തം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ഉൾപ്പെട്ട ആക്സിയം ദൗത്യം 4 ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് കരുത്തും ആവേശവും പകരുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഒപ്പം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് വലിയ ഒരു നാഴികക്കല്ലാണ് ശുഭാൻഷുവിന്റെ യാത്ര. സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. Station 2 meters chop. We have chop. 1 meter. Dragon contact and soft capture complete. Newest capsule, Dragon capsule, and we are very happy. രാജ്യം അഭിമാന നേട്ടത്തിന്റെ പുതിയ ഉയരങ്ങളിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാൻഷു ശുക്ല. 4 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് 29 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം. നിലയത്തിലെ ദൗത്യം 14 ദിവസം. അഭിനന്ദിച്ച് ISRO. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 4 മരണം. കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് കല്ല് ചെത്തുന്നതിനിടെ തൊഴിലാളി മരിച്ചു. മലപ്പുറത്ത് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ടയാളും തിരുവനന്തപുരത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയും മരിച്ചു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷം. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണറുടെ മറുപടി കത്ത്. വിവാദത്തിനിടെ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിൽ. മന്ത്രിയെ പുകഴ്ത്തി ഗവർണർ. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക അംഗീകരിച്ച് UPSC. നിതിൻ അഗർവാൾ, രാവഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ പട്ടികയിൽ. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ADGPമാരെ പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് റിവൈസിംഗ് കമ്മിറ്റിയുടെ വെട്ട്. പേര് മാറ്റാൻ കമ്മിറ്റി നിർദ്ദേശിച്ചെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ. കമ്മിറ്റി സിനിമ കണ്ടത് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. ചുരുളി സിനിമാ അഭിനയത്തിലെ പ്രതിഫല വിവാദത്തിൽ ഏറ്റുമുട്ടി നടൻ ജോജു ജോർജും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിനും മറ്റ് പ്രതികൾക്കും മുൻകൂർ ജാമ്യം. നിലമ്പൂർ തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായി. RSS പരാമർശത്തിൽ MV ഗോവിന്ദന് P രാജീവിന്റെയും എളമരം കരീമിന്റെയും പരോക്ഷ വിമർശനം. PV അൻവറിന് UDFിലേക്കുള്ള വാതിലടഞ്ഞുവെന്ന് VD സതീശൻ. പ്രവേശനം ചർച്ച ചെയ്യുമെന്ന MK മുനീറിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും വിശദീകരണം. ഷാങ്ഹായി സഹകരണ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവെക്കില്ല. കർശന നിലപാട്. സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തതിനാൽ ഭീകരതയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ത്യ മടിക്കില്ലെന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരെ 2ാം ടെസ്റ്റിന് ഒരുങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടി. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ കളിക്കില്ല. 2ാം ടെസ്റ്റ് ബുധനാഴ്ച മുതൽ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും വിശിഷ്ടാംഗത്വം. നോവലിനുള്ള പുരസ്കാരം GR ഇന്ദുഗോപന്റെ ആനോയ്ക്ക്. ഉപന്യാസ വിഭാഗത്തിൽ M സ്വരാജിന് പുരസ്കാരം. പുരസ്കാരം സ്വീകരിക്കില്ലെന്നും അക്കാദമിയോട് ബഹുമാനമെന്നും സ്വരാജ്. സ്റ്റോറി ഓഫ് ദി ഡേ. 1.5 താരങ്ങളായി 3.5 വയസ്സുകാർ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികളുമായി ആക്സിയം 4 ദൗത്യപേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പേടകം നിലയവുമായി ഡോക്ക് ചെയ്തത്. 1 meter. Dragon contact and soft capture complete. ഇന്ത്യക്കിത് അഭിമാന നിമിഷം. അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി 39 വയസ്സുകാരനായ ശുഭാൻഷു ശുക്ല.
വൈകിട്ട് 4 മണിക്കാണ് പേടകം നിലയത്തിലെ ഹാർമണി മൊഡ്യൂളുകളുമായി ഡോക്ക് ചെയ്തത്. 2 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് സംഘം നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. The next one to come across, representing ISRO, it is his first space flight for Peggy Whitson. Her return. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച തുടരുന്ന ദൗത്യ സംഘം 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തും. ഈ ഗവേഷണങ്ങളിൽ 31 രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 7 പ്രത്യേക പരീക്ഷണങ്ങൾ ശുഭാംശു നടത്തും. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4ന്റെ യാത്ര ആരംഭിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വഴിയായിരുന്നു വിക്ഷേപണം. ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്റ്റാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം 4 ദൗത്യത്തിലുള്ളത്. ശുഭാൻഷുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചത്രയും അനുഭവ സമ്പത്തുള്ള ശുഭാൻഷുവിന്റെ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, കോട്ടയം, തൃശൂർ, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും നാളെ അവധിയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നാളെ അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ഇടുക്കിയിൽ അതീവ ജാഗ്രത വേണമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വരുന്ന 2 ദിവസങ്ങളിൽ കൂടി നല്ലതുപോലെ പെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ, ഏലപ്പാറ, ഇടുക്കി, പീരുമേട്, KDHP നമ്മളിപ്പോൾ കണ്ടപ്പോൾ 203 മുതൽ 311 വരെ മില്ലിമീറ്റർ മഴ പെയ്തതാണ് ഈ സ്ഥലങ്ങളിലെ എല്ലാം അനുഭവം. 311 mm മഴയൊക്കെ ഒറ്റ പ്രദേശത്ത് ഒരു ഇടവേളയ്ക്കുള്ളിൽ പെയ്യുക എന്ന് പറഞ്ഞാൽ സോയിൽ പൈപ്പിങ്ങിനെ പോലെ അതിഭീകരമായിട്ടുള്ള മണ്ണ് നനയുന്നതുമായി ബന്ധപ്പെട്ട് കുതിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. 29-ാം തീയതി മുതൽ മഴയ്ക്ക് ശമനമുണ്ടാകും. ജൂലൈ 3 മുതൽ 10 വരെ സ്വാഭാവിക കാലവർഷ മഴ ലഭിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിൽ മഴ ശക്തമായി തുടരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. മുത്തങ്ങ കല്ലൂർ പുഴ കരകവിഞ്ഞു. പുന്നപ്പുഴയിലെ കുത്തൊഴുക്കിൽ ചൂരൽമല ബെയിലി പാലത്തിന്റെ ഗാബിയോൺ ഭിത്തിയുടെ മണ്ണൊലിച്ചുപോയി. ജലനിരപ്പ് ഉയർന്നതിനാൽ ബാണാസുര സാഗർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ നാളെ തുറക്കും. 2 ദിവസമായി തുടർന്ന കനത്ത മഴയിൽ ആശങ്ക പരത്തിയ ചൂരൽമലയിൽ നിലവിൽ സ്ഥിതി ശാന്തമാണ്. ഇടവിട്ട് മഴയുണ്ടെങ്കിലും പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ബെയിലി പാലത്തിന്റെ ഗാബിയോൺ ഭിത്തിയിലെ മണ്ണ് ഒലിച്ചുപോയി. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ 3 വിള്ളൽ രൂപപ്പെട്ടു. ഇവ പിന്നീട് സുരക്ഷിതമാക്കി. പാലത്തിലൂടെയുള്ള ഗതാഗതം പോലീസ് താൽക്കാലികമായി നിരോധിച്ചു. അതേസമയം ചൂരൽമല സ്കൂൾ റോഡിൽ മണ്ണിടുന്നത് പടവെട്ടിക്കുന്നിലെ നിവാസികൾ തടഞ്ഞു. 20 കുടുംബങ്ങളെ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുത്തങ്ങ കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. കനത്ത മഴ തുടരുന്നതിനിടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറി. കൃഷിയിടങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറുന്ന പ്രദേശം തന്നെയാ. നമ്മളെ വീട്ടിലേക്ക് വെള്ളം കയറില്ല, പക്ഷെ തോടുന്ന് കവിഞ്ഞ് നമുക്ക് എവിടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഇപ്പം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇത് മുട്ടിന് മേലേക്ക് വരും. കുറച്ചുകൂടി ഇവിടേക്കൊക്കെ മുട്ടിന് മേലേക്ക് വരും. ഈ റോഡില്ലേ, ഈ റോഡിനൊക്കെ മുട്ടിന് മേലേക്ക് വരും വെള്ളം. ഇപ്പം ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായില്ല, തീരെ ഉണ്ടായില്ല. റോട്ടിലേക്കേ വെള്ളം ഉണ്ടായില്ല. തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഇത്രയായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എന്തായാലും മുട്ടുവരെ ഉണ്ടാവും. ജലനിരപ്പ് ഉയർന്നതിനാൽ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ നാളെ തുറക്കും. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടും. പുഴയുടെ തീരങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ ജില്ലയിൽ റെഡ് അലർട്ടാണ്. അമൃത ന്യൂസ്, വയനാട്.
വടക്കൻ കേരളത്തിൽ മഴ ശക്തം. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ആയിരുന്നു. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണെങ്കിലും മറ്റ് വടക്കൻ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായം. കണ്ണൂർ ആറളത്ത് ഇടിമിന്നലേറ്റ് തെങ്ങുചെത്ത് തൊഴിലാളി മരിച്ചു. ഭാരതപ്പുഴയിലും കബനിയിലും ഓറഞ്ച് അലേർട്ട് ജാഗ്രതയുണ്ട്. കണ്ണൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനാൽ കക്കയം ഡാമിലെ 2 ഷട്ടറുകൾ തുറന്നതായി KSB അധികൃതർ അറിയിച്ചു. കക്കയം ഡാമിൽ റെഡ് അലേർട്ടാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ചാലക്കുടി പുഴയിലെ ഒഴുക്കിനെ തുടർന്നാണ് ആന കുടുങ്ങിയത്. പെരിങ്ങൽകൂത്ത് ഡാമിന്റെ ഷട്ടറുകൾ അടച്ച് ആനയെ വനംവകുപ്പ് രക്ഷപ്പെടുത്തി. 3 മണിക്കൂറിലേറെ സമയമെടുത്താണ് ആന പുഴ കടന്നത്. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ ആളുകൾ കാണുന്നത്. ചാർപ്പ റേഞ്ച് ഓഫീസർ അഖിലിന്റെയും വാൽപ്പാറ റേഞ്ച് ഓഫീസർ രാജേഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്. ഭാരതാംബ വിഷയത്തിൽ പോരിനുറച്ച് സർക്കാരും രാജ്ഭവനും. പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകി. എന്നാൽ ഗവർണറുടെ നിലപാട് അറിയിച്ച് രാജ്ഭവനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. അതേസമയം ഗവർണറെ പ്രതിഷേധമറിയിക്കാൻ സർക്കാർ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തു നൽകിയത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രങ്ങളും ബിംബങ്ങളും രാജ്ഭവനിലെ ചടങ്ങിൽ വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത്. ഔദ്യോഗിക പരിപാടികളിൽ ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രതിഷേധമറിയിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കത്ത് വൈകിപ്പോയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മെയ് 22 ഈ ആദ്യത്തെ സംഭവം. RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിന്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശിവൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. അതിനിടെ ഗവർണറിനെ വിമർശിച്ച മന്ത്രി R ബിന്ദുവും രംഗത്തെത്തി. കാവിക്കൊടി ഏന്തി പട്ടുസാരി ഉടുത്ത ഭാരതാംബയെ അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാല മതനിരപേക്ഷതയുടെ വേദിയാണ്. അവിടെ ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ചുമതലയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ. അതേസമയം രാജ്ഭവന്റെ നിലപാടറിയിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിക്ക് കത്തു നൽകും. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളും രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിലെ അതൃപ്തിയും അറിയിച്ചുകൊണ്ടുള്ള കത്താണ് സർക്കാരിന് കൈമാറാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടിയുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി V ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും കത്തിൽ വിമർശനം. ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്നും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയിൽ നിന്നുയർന്ന പ്രതീകമാണെന്നും കത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടി. ഭാരതാംബ എന്ന സങ്കല്പം ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമാണെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ പക്വത കാണിക്കണമെന്നും ഇത് അനാവശ്യ വിവാദമാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. RSSന്റെ പതാക പിടിച്ച ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഗവർണർ തന്നെ മുൻകൈയെടുത്ത് വിവാദത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം കൊല്ലത്ത് ആവശ്യപ്പെട്ടു. ഈ അനാവശ്യമായ വിവാദമാണ്. ഗവർണർ ഈ കാര്യത്തിൽ കുറെ കൂടി ഉന്നത നിലവാരം പുലർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു ഏറ്റുമുട്ടൽ അനാവശ്യമാണ്. RSSന്റെ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരും ഭാരതാംബയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ RSSന്റെ കൊടി കൈപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു നീക്കത്തിൽ നിന്ന് ഗവർണർ തന്നെ പിന്മാറണം.
മന്ത്രി പി പ്രസാദിനെ പ്രശംസിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിലാണ് ഗവർണർ മന്ത്രിയെ പ്രശംസിച്ചത്. തന്റെ പ്രിയ സുഹൃത്ത് പ്രസാദ് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഈ ചടങ്ങിന്റെ പ്രാധാന്യം അറിഞ്ഞതുകൊണ്ടാണെന്നാണ് ഗവർണർ പറഞ്ഞത്. He was aware that today is the function. He could have avoided by saying that yes, I have got now jet lag and all that. No, I can't. But he has given importance to your achievements. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഗവർണറുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ്. ബിരുദദാന ചടങ്ങ് തർക്കങ്ങൾക്ക് വേദിയാവാൻ പാടില്ല, തന്റെ നിലപാടിൽ മാറ്റമില്ല. ഭാരതാംബ ചിത്രമാണ് മുൻ പരിപാടിയിൽ വിഷയമുണ്ടായത്. ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ല എന്നാണ് സർക്കാർ നിലപാട്. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ അത്തരം ശാഠ്യങ്ങൾ പിടിക്കാൻ പാടില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണർക്കൊപ്പം പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റ് അവാർഡുകളുമെല്ലാം പഠനത്തിൻ്റെ ഭാഗമായി നേടിയ കുട്ടികൾക്കുള്ള അവരുടെ ബിരുദദാന ചടങ്ങായിരുന്നു. ആ ചടങ്ങ് പോലെ ഓരോരിടത്ത് മറ്റ് തർക്കങ്ങളുടെ വേദിയാവാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു വേദിയായില്ല. അത് ഔദ്യോഗിക പരിപാടിക്കകത്ത് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം. കാരണം ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ചിത്രമാണത്. ആ ഒരു ചിത്രം സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് ഉണ്ടാവണം എന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം. നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് UPSC തയ്യാറാക്കിയ പട്ടികയിൽ ഇടം നേടിയത്. ADGP MR അജിത് കുമാറും മനോജ് എബ്രഹാമും ഒഴിവാക്കപ്പെട്ടു. കേന്ദ്രം നൽകിയ 3 അംഗ പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കും. നിലവിലെ പോലീസ് മേധാവി ദർവേഷ് സാഹിബ് ഈ മാസം 30-ന് വിരമിക്കുമ്പോൾ പകരം നിയമിക്കാൻ 6 പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ നൽകിയത്. ADGP MR അജിത് കുമാർ 6 പേരുടെ പാനലിൽ ഇടം നേടിയതോടെയാണ് DGP പട്ടികയിൽ ആകാംക്ഷ ജനിച്ചത്. തൃശൂർ പൂരം കലക്കലും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പോലീസ് മേധാവി പട്ടികയിൽ കടന്നുകൂടിയതിനെ പ്രതിപക്ഷം ശക്തമായി വിമർശിച്ചിരുന്നു. 30 വർഷത്തെ സർവീസും DGP റാങ്കുമില്ലാത്തവരെ പരിഗണിക്കാനാകില്ലെന്ന് UPSC നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, ADGPമാരായ MR അജിത് കുമാർ, സുരേഷ് രാജ് പുരോഹിത് എന്നിവരുടെ പേരുകളാണ് സംസ്ഥാനം നൽകിയത്. ഇന്ന് ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് 3 പേരെ ഒഴിവാക്കി ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി A ജയാതിലകും പോലീസ് മേധാവി ദർവേഷ് സാഹിബും പങ്കെടുത്തിരുന്നു. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് പട്ടികയിലെ ഒന്നാമൻ. 1989 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ്. IB സ്പെഷ്യൽ ഡയറക്ടർ രവാഡ ചന്ദ്രശേഖർ 2ാം സ്ഥാനത്താണ്. 1991 ബാച്ചിലെ ഉദ്യോഗസ്ഥൻ. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയാണ് 3ാം സ്ഥാനത്തുള്ളത്. 1993 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ചീഫ് സെക്രട്ടറി സർക്കാരിന് കൈമാറുന്ന പട്ടികയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. എന്നാൽ തിങ്കളാഴ്ച DGP ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുന്നതിനാൽ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റി കണ്ടിട്ടും ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേരുമാറ്റം റിവൈസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ. സംവിധായകൻ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമ ഇന്ന് കമ്മിറ്റിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ റിവൈസ് കമ്മിറ്റിയും അനുമതി നിഷേധിച്ചതായാണ് സംവിധായകൻ പറയുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ജാനകി എന്ന പേര് നീക്കം ചെയ്യണമെന്ന് നേരത്തെ സെൻസർ ബോർഡ് വാക്കാൽ ആവശ്യപ്പെട്ടിരുന്നതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. തുടർന്നാണ് റിവൈസ് കമ്മിറ്റി ചിത്രം കണ്ടത്. മുംബൈയിൽ വെച്ചായിരുന്നു പ്രിവ്യൂ പ്രദർശനം. സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റിയും കണ്ടിട്ട് ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. സിനിമ കണ്ട് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഇന്ന് തിയേറ്ററുകളിലെത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് പേരുമാറ്റം ആവശ്യപ്പെട്ടതോടെ നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു. സുരേഷ് ഗോപി നായകനായി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്തതാണ് ചിത്രം. അതേസമയം സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഫെഫ്കയും രംഗത്തെത്തിയിട്ടുണ്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ JSKയുടെ അണിയറ പ്രവർത്തകരുമായി നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്.
അമൃത ന്യൂസ്, കൊച്ചി. ചുരുളി സിനിമാ വിവാദങ്ങളിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിശദീകരണവുമായി നടൻ ജോജു ജോർജ് രംഗത്ത്. ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചുരുളിയിൽ അഭിനയിച്ചതെന്നും തെറിയല്ലാത്ത ഭാഗം ഡബ് ചെയ്തുവെന്നും ജോജു വ്യക്തമാക്കി. എന്നാൽ തന്റെ തെറി വെച്ചാണ് സിനിമ മാർക്കറ്റ് ചെയ്തത്. പ്രതിഫലവുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് പുറത്തുവിടണമെന്നും ജോജു ആവശ്യപ്പെട്ടു. ചുരുളി സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം ലഭിച്ചില്ലെന്നും സിനിമയിലെ അസഭ്യ സംഭാഷണങ്ങൾ തനിക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ജോജു ജോർജ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ശമ്പളമായി ജോജുവിന് നൽകിയ തുകയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെയാണ് വിവാദങ്ങൾക്ക് വിശദീകരണവുമായി ജോജു ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. സിനിമയ്ക്കോ കഥാപാത്രത്തിനോ താൻ എതിരല്ലെന്നും ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ചുരുളിയിൽ അഭിനയിച്ചതെന്നും ജോജു വ്യക്തമാക്കി. അസഭ്യ സംഭാഷണങ്ങൾ ഇല്ലാതെ താൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പതിപ്പല്ല IFFKയിൽ പോലും പ്രദർശിപ്പിച്ചത്. തന്റെ തെറി സിനിമയുടെ അണിയറക്കാർ മാർക്കറ്റ് ചെയ്തുവെന്നും ജോജു കുറ്റപ്പെടുത്തി. പക്ഷേ IFFKയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ, തെറിയുള്ള വേർഷൻ പോലും IFFKയിൽ വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTTയിൽ വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പൊടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് അതൊന്ന് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. സിനിമയിലെ അസഭ്യ സംഭാഷണം കാരണം നിരവധി ട്രോളുകളും മറ്റുമുണ്ടായി. തന്റെ മകൾക്ക് പോലും കളിയാക്കലുകൾ അനുഭവിക്കേണ്ട സാഹചര്യമുണ്ടായി. ചിത്രത്തിലെ സംഭാഷണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം തന്റെ തലയിലായ സ്ഥിതിയായെന്നും ജോജു കൂട്ടിച്ചേർത്തു. പ്രതിഫലമായി 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ എഗ്രിമെന്റ് പുറത്തുവിടണമെന്നും ചുരുളിയിൽ താൻ ഗസ്റ്റ് റോൾ അല്ല ചെയ്തതെന്നും ജോജു ജോർജ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഖാലിദ് റഹ്മാന്റെ ചിത്രം ബി രാകേഷിന്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്നതിനെതിരെ വിമർശനം. ലഹരി കേസ് പ്രതിയുടെ ചിത്രം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നിർമ്മിക്കുന്നുവെന്നാണ് വിമർശനം. അസോസിയേഷൻ സെക്രട്ടറിയുടെ പൊയ്മുഖം പുറത്തുവന്നെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. സിനിമയിൽ ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം നിലവിൽ വന്ന ദിവസമാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം. ലഹരി ഉപയോഗിച്ചതുകൊണ്ട് നല്ല സിനിമ സാധ്യമാകില്ലെന്ന് നടൻ പൃഥ്വിരാജ്. ലഹരി പദാർത്ഥങ്ങളെ കാൽപ്പനികവൽക്കരിച്ചു. ലഹരി ഉപയോഗിച്ചാലേ ക്രിയേറ്റീവ് ആകാൻ സാധിക്കൂവെന്ന ധാരണ തെറ്റാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഹൈബീഡൻ MPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ലഹരി വിരുദ്ധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ. സിനിമ പോലുള്ള മേഖലകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ലഹരി ഉപയോഗമെന്നും ലഹരിയേക്കാൾ വലിയ കാര്യങ്ങൾ സമൂഹത്തിൽ ഒരുപാടുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ലഹരി ഉപയോഗിച്ചാലേ ക്രിയേറ്റീവ് ആകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ധാരണ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് കള്ളമാണ്. ലഹരി ഉപയോഗിച്ചതുകൊണ്ട് ഒരു നല്ല സിനിമയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യപാന ശീലമുള്ള പല എഴുത്തുകാരും അത് നിർത്തിവെച്ചിട്ടാണ് എഴുതാറുള്ളതെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈബീഡൻ MP തുടക്കം കുറിക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയാണ് നോ എൻട്രി. ഫോർത്ത് വേ ഫൗണ്ടേഷന്റെ കീഴിലാണ് വിവിധ ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പൃഥ്വിരാജ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഉമാ തോമസ് MLA അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ബാലാവകാശ കമ്മീഷനെ തള്ളി മുഖ്യമന്ത്രി. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നോ കൈവശം വെക്കുന്നുണ്ടെന്നോ തോന്നിയാൽ അധ്യാപകർ ബാഗ് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഒരു സമിതിയും അതിനെതിരാകില്ല. വിദ്യാർത്ഥികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുതെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ബാഗ് പരിശോധിക്കാതെ ഇരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് അധ്യാപക സംഘടനകൾ അടക്കം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ അവരുടെ ബാഗുകളോ മറ്റോ പരിശോധിക്കുന്നതിനും നിങ്ങൾ അധ്യാപകർ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായെന്ന് വിമർശനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശത്തിലും നേതാക്കളിൽ നിന്നും പരോക്ഷ വിമർശനമുയർന്നു. സംസ്ഥാന സമിതിയും പരാജയ കാരണം ചർച്ച ചെയ്യും.
ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയുടെയും പ്രധാന അജണ്ട രാഷ്ട്രീയ പോരാട്ടം നടത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തോൽവിയുടെ വിലയിരുത്തലായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നു പറയുമ്പോഴും പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. PV അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചതായും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ RSS CPM സഹകരണ പരാമർശം തിരിച്ചടിയായതായാണ് നേതാക്കൾ വിമർശിച്ചത്. മന്ത്രി P രാജീവും എളമരം കരീമുമാണ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിന് അവസാന ദിവസങ്ങളിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചതായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും യോഗത്തിൽ ആരോപണമുയർന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരം പരിശോധിക്കണമെന്ന ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ പറയുമ്പോഴും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന പ്രതീതി നിലനിർത്താനാണ് പാർട്ടി ശ്രമം. തെറ്റുകൾ കണ്ടെത്തി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുകൾ നടപ്പാക്കാനാണ് പാർട്ടി തീരുമാനം. സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന കണ്ടെത്തലുകളും വിലയിരുത്തലുകളും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അൻവർ വിഷയം ഇനി ആരും പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന് നേരെയുള്ള വാതിൽ അടച്ചുകഴിഞ്ഞു. MK മുനീറിന്റേത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാകാം. MK മുനീർ എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണെന്നും VD സതീശൻ പറഞ്ഞു. അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പോൾ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമില്ല. അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുന്നത്? നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ MK മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് തനിക്ക് അവകാശപ്പെട്ടതല്ല, ടീം UDFന്റെ വിജയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നും VD സതീശൻ വ്യക്തമാക്കി. ടീം UDF ആണ്. ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ വിവാദത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. PV അൻവർ സമാന്തര ഭരണകൂടമാണോ എന്ന് കോടതിയുടെ ചോദ്യം. അൻവറിനെതിരെ തെളിവുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ സംഭാഷണം ചോർത്തി എന്ന ഗുരുതരമായ ആരോപണത്തിൽ PV അൻവറിനെതിരെയുള്ള അന്വേഷണം എന്തുകൊണ്ട് അവസാനിപ്പിച്ചുവെന്നാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്. PV അൻവർ സമാന്തര സംവിധാനമാണോ എന്നും കോടതി ചോദിച്ചു. തെളിവുകൾ ലഭിച്ചില്ല എന്ന സർക്കാരിന്റെ മറുപടിയിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. തെളിവുകൾ സർക്കാർ തന്നെയല്ലേ കണ്ടെത്തേണ്ടതെന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. IPS ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന് ജനപ്രതിനിധിയായിരുന്ന ഒരാൾ വാർത്താ സമ്മേളനം നടത്തി ആ ശബ്ദരേഖ പുറത്തുവിട്ടിട്ടും കേസെടുക്കുവാനുള്ള കുറ്റകൃത്യം വെളിപ്പെട്ടിട്ടില്ലെന്നാണ് സർക്കാർ പറയുന്നത്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി. പരാതി DGP നേരിട്ട് പരിഗണിക്കണമെന്നും ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നും കോടതി പറഞ്ഞു. സർക്കാരിനെതിരെ സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുവാൻ ആരെയും അനുവദിക്കരുതെന്നാണ് കോടതിയുടെ വിമർശനം. അമൃത ന്യൂസ്, കൊച്ചി. ഷാങ്ഹായി സഹകരണ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവെക്കില്ല. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തതിനാലാണ് ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ചത്. സമാധാനവും സമൃദ്ധിയും തീവ്രവാദത്തോടൊപ്പം നിലനിൽക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുകയും തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. അത്തരം ഇരട്ടത്താപ്പുകൾക്കിടമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയുടെ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ല. അവയെ ലക്ഷ്യമിടാൻ ഇന്ത്യ മടിക്കില്ലെന്നും അദ്ദേഹം സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിക്കില്ലെന്ന് റിപ്പോർട്ട്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് പരാജയപ്പെട്ട ഇന്ത്യക്ക് തിരിച്ചടിയാണിത്. ജൂലൈ 2 മുതൽ എഡ്ജ്ബാസ്റ്റണിലെ ബർമിംഗ്ഹാം സ്റ്റേഡിയത്തിലാണ് രണ്ടാം ടെസ്റ്റ്. ലീഡ്സ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ബുംറയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യക്ക് 6 റൺസിന്റെ ലീഡ് നേടിക്കൊടുത്തത്. ടീമിലെ മറ്റ് പേസർമാർക്കൊന്നും ഒന്നാം ടെസ്റ്റിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായാണ് ബുംറയ്ക്ക് രണ്ടാം ടെസ്റ്റിൽ വിശ്രമം അനുവദിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും എൻഡോമെന്റ് അവാർഡുകളുമാണ് പ്രഖ്യാപിച്ചത്. ഉപന്യാസത്തിന് M. സ്വരാജിന് അവാർഡ് ലഭിച്ചു. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസത്തിനാണ് M. സ്വരാജിന് അവാർഡ് ലഭിച്ചത്.
സമഗ്ര സംഭാവനയ്ക്ക് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN കുഞ്ഞഹമ്മദ്, മല്ലിക യൂണിസ് എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. നോവലിന് GR ഇന്ദുഗോപൻ അവാർഡ് കരസ്ഥമാക്കി. അനിത ഗോപിയാണ് മികച്ച കവിതയ്ക്കുള്ള അവാർഡ് നേടിയത്. മികച്ച നാടകത്തിന് ശശിധരൻ നടുവിൽ അവാർഡ് കരസ്ഥമാക്കി. വൈജ്ഞാനിക സാഹിത്യത്തിൽ ദീപക് പിയും അവാർഡ് നേടി. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ K രാജശേഖരൻ നായർ അവാർഡ് നേടി. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസത്തിനാണ് M സ്വരാജിന് അവാർഡ് ലഭിച്ചത്. സ്വരാജിന് പുറമെ സലീം ഷെരീഫ്, ദുർഗാപ്രസാദ്, ഡോക്ടർ SS ശ്രീകുമാർ, ഡോക്ടർ സൗമ്യ KC, ഡോക്ടർ പ്രസീത KP തുടങ്ങിയവർ എൻഡോവ്മെന്റ് പുരസ്കാരവും കരസ്ഥമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. കനത്ത മഴയിലും കൊട്ടിയൂരിലേക്ക് ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നു. യക്ഷന്റെ പർണശാലയുടെ സങ്കല്പത്തിൽ നിർമ്മിച്ച ഓലക്കുടിലുകളാണ് അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ വൈശാഖോത്സവത്തിൻ്റെ ആരവത്തിൽ സർവ്വതും മറന്നെത്തുന്ന ഭക്തലക്ഷങ്ങൾ. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചിത്ര വരെയുള്ള മഹോത്സവ നാളുകൾ. ബാവലിപ്പുഴ അപ്പോഴും കൂലംകുത്തി ഒഴുകിക്കൊണ്ടിരുന്നു. വനജന്യമായ ഞെട്ടിപ്പനയോല മെടഞ്ഞുകെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലിൽ ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്നുവെന്നാണ് സങ്കല്പം. തിരുവഞ്ചിറ വലം വെച്ച് മണിത്തറയിലുള്ള പെരുമാളിനെ വണങ്ങി ഭക്തർ മടങ്ങുന്നു. പുലർച്ചെ മുതൽ നീണ്ടു നിൽക്കുന്ന വരികൾ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കനത്ത മഴയെ അവഗണിച്ചും ഒഴുകിയെത്തുന്ന ഭക്തർ. നമുക്കറിയില്ല എന്താ അവിടെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ 3 മണിക്കൂറായി ലൈനിൽ നിൽക്കാൻ തുടങ്ങി. തിരക്ക് കൂടുതലായിട്ടുണ്ട്. 4 തവണയായി. ഓരോ വർഷം കൂടുന്നോറും കൂടി വരികയാണ്. തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ വന്നിട്ടില്ല. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മഴക്കാലത്ത് നമുക്കൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. പ്രാചീന ചിട്ടപ്പെടുത്തലുകളിൽ കാര്യമായ മാറ്റമില്ലാതെയാണ് ദക്ഷിണകാശിയായ കൊട്ടിയൂരിലെ യാഗോത്സവത്തിൻ്റെ ഭക്തിനിർഭരമായ നാളുകൾ. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം അതിലൊക്കെ കൂടുതൽ ആൾക്കാർ വരും. കാര്യം കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. തിരിമുറിയാതെ മഴ പെയ്യുമ്പോഴും ശേഷം മരം പെയ്യുമ്പോഴും ഹൃദയമലിയുന്ന ഭക്തിയിലേക്ക് സാവധാനം നടന്നെടുക്കുന്ന ഭക്തജനങ്ങൾ. ദേശപുരാണങ്ങളിലെ സർവ്വവ്യാപിയായ പെരുമാളിനെ അടുത്തറിഞ്ഞവർ മടക്കയാത്രയുടെ തിരക്കുകളിലേക്ക് ഊളിയിടുന്നു. കൊട്ടിയൂരിൽ നിന്ന് ക്യാമറാമാൻ അമർജിത്തിനൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്.